എൻ്റെ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ഊത് പെർഫ്യൂമാണ് അഹമ്മദ് അൽ മഗരിബിൻ്റെ ബിൻ ഷെയ്ക്ക്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വൈറ്റ് മസ്ക്, ദഹാലൂദ്, ആംബർ, ഒരു ഷുഗറി വിത്ത് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ്. പക്ഷേ ഇന്ന് ഞാനൊരു സാധനം പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ സെയിം ടു സെയിം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഊതിൻ്റെ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് സഹറത്തൽ അക്സൻ്റെ ഘനം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. മാർക്കറ്റിൽ ബിൻഷേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഓയിലൊക്കെ നമ്മുടെ ഊത് ഇനീഷ്യോൻ്റെ ഓയിലാണ് ബിൻഷേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നാച്ചുറൽ ഡയറക്ഷനാണ് വരുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ദാൻലൂദിൻ്റെയും വൈറ്റ് മസ്കിൻ്റെയും ആംബറിൻ്റെ ഒക്കെ ഒരു ഫീലിങ് പക്കയായിട്ട് കിട്ടും. ഇത് ഊത് ഇനീഷ്യോൻ്റെ ആ ഒരു ഡയറക്ഷൻ അല്ല, സെയിം ടു സെയിം അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ബിൻഷേക്ക് ആണ്. പക്ഷെ അതിൽ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഒരു ഊതും സിട്രസൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതിന് ഏകദേശം 95 ദിറംസ് ആണ്, 80 ml വരുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ പെർഫോമൻസ്, നാട്ടിലിപ്പോൾ നല്ല വിൻ്റർ ആണ്, ഇത് വിൻ്ററിൽ നൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും സമ്മറിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. നാട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോളി. ഇതിൻ്റെ മിനിമം നിങ്ങൾക്കൊരു 6 to 8 hours കിട്ടും. എനിക്ക് കിട്ടിയ പെർഫോമൻസ്, എനിക്ക് കിട്ടിയ ലാസ്റ്റിങ് 8+ hours കിട്ടിയിട്ട് ഞാൻ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യലുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുന്ന നല്ല ക്ലോത്തിലൊക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 8+ hours ലാസ്റ്റിംഗ് പക്കയായിട്ട് കിട്ടും. പ്രൊജക്ഷൻ ഒരു 2 hours ഒക്കെ നല്ല പ്രൊജക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിൻഷേക്കിൻ്റെ ഈ ഒരു നാച്ചുറൽ DNA ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ദിസ് വൺ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്.